ചിങ്ങം പിറന്നു കഴിഞ്ഞു. അത്തം 10 തിരുവോണമാണ്. തിരുവോണ സദ്യ ഉണ്ണാൻ മലയാളി ഇനിയിപ്പോൾ കണ്ണും നട്ട് കാത്തിരിക്കുന്ന കാഴ്ചകളായിരിക്കും വരുന്ന ആളുകളിൽ നമുക്ക് കാണാൻ കഴിയുക. ഉത്രാടം മുതൽ തന്നെ സദ്യവട്ടങ്ങൾ ആരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തൂശനിലയിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഭവങ്ങളിലൊന്ന് ഉപ്പേരിയും വറ്റലുമാണ്. മാത്രമല്ല ചെറിയ ഉണ്ണിയപ്പവും ചെറുപരിപ്പോടയും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ തന്നെ ഉപ്പേരിയും വറ്റലുമൊക്കെ ഇവിടെ ലൈവായി വറക്കുന്ന കടയ്ക്ക് മുന്നിലാണ് ഞാനുള്ളത്. പഴവങ്ങാടിയിലാണ്. സ്വാഭാവികമായും ചിപ്സിനും ഉപ്പേരിക്കുമൊക്കെ വലിയ വിലയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കിലോയ്ക്ക് 500 രൂപയാണ്, അത് ചിപ്സ് ആണെങ്കിലും ഉപ്പേരി ആണെങ്കിലും. മാത്രമല്ല ഉണ്ണിയപ്പത്തിനും ഒക്കെ നല്ല വിലയുണ്ട്. ഇനിയിപ്പോൾ ഓണക്കാലം കൂടിയാണ്, വില അങ്ങോട്ട് കൂടാനുള്ള സാധ്യതയേ ഉള്ളൂ എന്നുള്ളതാണ് വ്യാപാരികൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ കിലോ 500 വിൽക്കണേ. ഉപ്പേരി അതേ വില തന്നെ 500. ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ ചിപ്സിന് 50 രൂപ കൂടി കൂടാനാണ് ചാൻസ്. അതിന് ഏത്തങ്ക നല്ല വിലയാണ്. ഇപ്പം ഇപ്പോഴും 74 രൂപ. ഇനി 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ 74, 76, 78 രൂപയൊക്കെ ആവും. അതേപോലെ തന്നെ വെളിച്ചെണ്ണ 15 ലിറ്റർ എണ്ണയ്ക്ക് ഇപ്പം 5000 രൂപ അടുപ്പിച്ചായി. അതേ വില തന്നെ. ഒരു 3200 രൂപയാണ് ഇപ്പോഴത്തെ വില, ഗ്യാസിൻ്റെ വില. അടുത്ത നാളുകളിൽ കച്ചവടം പൊടിപൊടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വരുന്ന ആഴ്ചകളിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ഓണാഘോഷം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ഓണസദ്യയും മറ്റുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുക എന്നുള്ളത് കൂടി നമുക്കറിയാവുന്ന കാര്യമാണ്. മെയിനായിട്ട് സെയിൽ നടക്കുന്ന ചിപ്സ്, ഉപ്പേരി, ഉണ്ണിയപ്പം. ഓർഡറൊക്കെ 1-2 ഓർഡർ വന്നു. ഇനി 1-2 ഓർഡർ ഭീമയിൽ വന്ന് ചോദിച്ചിട്ട് പോയി 700 പേർക്ക് അവർക്ക് കൊടുക്കണമെന്ന്. 2 ദിവസം കഴിഞ്ഞ് അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2-3 ഓർഡർ ഇതേപോലെ ചോദിച്ചിട്ട് പോയി. പിന്നെ വില കേട്ടാണ് അവർ ഞെട്ടണത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മലയാളി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. അതിൽ തൂശനിലയിൽ സദ്യയില്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളത് മലയാളികൾക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ചിപ്സും ഉപ്പേരിയുമൊക്കെ വയറ് നിറച്ച് കഴിക്കാനും അതോടൊപ്പം തന്നെ ഓണസദ്യയും പായസവും ഒക്കെ കൂട്ടി ഓണം കുശാലാക്കാനും വേണ്ടി മലയാളി നെട്ടോട്ടം ഓടുന്ന കാഴ്ചകളായിരിക്കും അടുത്ത നാളുകളിൽ നമുക്ക് കാണാനും കഴിയുക. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.